എൻ്റെ മറ്റൊരു ചിറ്റ്ചാറ്റിൽ അതിഥിയായിട്ട് വരുന്ന ഡാലസ്, അവിടെ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്ന ഷാജി കാരക്കലാണ്. തിരുവല്ല സ്വദേശിയാണ്. അപ്പം നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും, ഞാൻ പല പുതുമുഖങ്ങളെയാണ് കൊണ്ടുവരുന്നത്. കാരണം എപ്പോഴും എൻ്റെ ഇഷ്ടം പുതിയ മുഖങ്ങൾ, പുതിയ അഭിപ്രായങ്ങൾ, പുതിയ ഐഡിയാസ് അത് പ്രസൻറ്റ് ചെയ്യുക. അല്ലെ എപ്പോഴും നിങ്ങൾ കാണുന്ന ഫേസുകളും ഐഡിയാസും ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒരു ത്രില്ലിങ്ങും പരിപാടി കാണും. അതിൻ്റെ അത് വ്യൂ അല്ല പ്രധാനം, പല ആൾക്കാരുടെയും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നിങ്ങൾ കണ്ടുമടുത്ത കേട്ടുമടുത്ത ഫേസുകളല്ല, പുതിയ പുതിയ ഫേസുകൾ. അതെൻ്റെ ആക്റ്റീവ് ജേർണലിസത്തിൽ എപ്പോഴും ഞാൻ പുതിയ ഫേസുകളാണ് കൊണ്ടുവരികയും പരിചയപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ ഷാജിയെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിരിക്കുന്നതിൻ്റെ കാര്യം, കാരണം ഇദ്ദേഹം കുറച്ച് ആത്മീയതയായിട്ട് ഒരു പാസ്റ്ററാണ്. അമേരിക്കയിലെ ക്രൈസ്തവ ചിന്ത, അതായത് ക്രിസ്തീയ ആത്മീയതയിലോട്ട് പുതിയ ജനറേഷൻ്റെ തിരിച്ചുവരവ്, അതാണ് ടോപ്പിക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിരിച്ചാല്. ഷാജി, സ്വാഗതം. താങ്ക് യു സാറേ. ഷാജി, ഞാൻ ഈ പല ഇൻ്റർനാഷണൽ മീഡിയയിൽ, അമേരിക്കൻ മീഡിയയിലൊക്കെ വ്യത്യസ്തമായ പല ആർട്ടിക്കിളും വരുന്നുണ്ട്. അമേരിക്ക തിരിച്ച് ആത്മീയത ക്രിസ്തീയതയിലേക്ക് പോകുന്നു. അതിൻ്റെ അകത്ത് പല ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും എല്ലാം ആ രീതിയിലാണ് പറയുന്നത്. ഷാജിക്ക് ഇതെങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ഈ കാലഘട്ടം ഒരു ക്രിസ്തീയതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. പ്രത്യേകിച്ച് ഇന്ന് ഈ രാജ്യം താങ്ക്സ് ഗിവിങ് കൊണ്ടാടുക. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടന പിതാക്കന്മാര് ആത്മീയ സ്വാതന്ത്ര്യത്തിന്, ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ വന്ന് ഒരു പുതിയ രാജ്യം തന്നെ സ്ഥാപിക്കപ്പെടുവാൻ അവരുടെ ആ ഒരു യാത്ര കാരണമായി എന്നുള്ളതാണ് ചരിത്രം. അപ്പൊ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് പറയുന്നത് തന്നെ ആത്മീയതയിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോ പ്രത്യേകിച്ച് ഇന്ന് ഈ രാജ്യം, ഇവിടെ ഇപ്പോ ക്രൈസ്തവരെന്നോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ഒരു ആചാരമോ അനുഷ്ഠാനമോ അല്ല താങ്ക്സ് ഗിവിങ്. എല്ലാ ആളുകളും ദൈവം അവർക്ക് കൊടുത്ത നന്മയിൽ സന്തോഷിക്കുകയും അതിനെക്കുറിച്ച് നന്ദി പറയാൻ എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് നിശ്ചയമായിട്ടും സന്തോഷകരമായ കാര്യമാണ്. ആത്മീയതയുടെ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് സാറ് ചോദിച്ചല്ലോ. നിശ്ചയമായിട്ടും അത് സത്യമാണ്. കാരണം 2023-24 കാലയളവ് വരെയാണ് ഒരു അഫിനിറ്റിയും അല്ലെങ്കിൽ ഒരു അഫിലിയേഷനും ഒരു മതത്തോടും ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ, അവരെ നോൺസ് എന്നാ വിളിക്കുന്നത്, NONES. അതിൽ 30% അഡൾട്ട്സ് അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് മതവുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾക്കൊരു ചർച്ചുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് അതിങ്ങ് താഴോട്ട് ഇറങ്ങി വരികയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ആത്മീയത അന്വേഷിച്ച്, കാരണം ഭൗതിക കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ തൃപ്തനല്ല. അതുകൊണ്ട് തന്നെ ആത്മീയതയിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിൻ്റെയും പ്രത്യേകതയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സത്യമാണെന്ന് പറയാതെ വയ്യ. വളരെ കൃത്യമായി നമ്മൾ ഇന്ന് കാണുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് പറയാനായിട്ട് കഴിയും. അതിന്റെ ഡിഫറൻറ്റ് സൈഡിലോട്ട് നമുക്കിപ്പോൾ പോകണമോ, അതെങ്കിൽ നമുക്ക് ചോദ്യത്തിന് സന്തോഷം. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബൈബിൾ റീഡിങ് കൂടിയിട്ടുണ്ട്. അതേപോലെ ഇൻ്റർനെറ്റിൽ ബൈബിളിൻ്റെ സെർച്ച് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈബിളിൻ്റെ സെയിൽസ് കൂടിയിട്ടുണ്ട്. ആളുകൾ, ചെറുപ്പക്കാർ പള്ളിയിലോട്ട് തിരിച്ചു വരുന്നു. ഇതാണ് ഈ ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത് അമേരിക്ക പഴയ രീതിയിൽ ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലോട്ട് തിരിച്ചു പോകുന്നു. എൻ്റെ ചോദ്യം അതല്ല. അടുത്തത്, അമേരിക്കയിലെ യങ്സ്റ്റേഴ്സിൻ്റെ ക്രൈം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നിശ്ചയമായിട്ടും കുറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഒരു പ്രകടനം, നോ കിങ്സ് എന്ന് പറഞ്ഞ്
ഇവിടെയുള്ള ലിബറൽ ആളുകൾ സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ വ്യക്തത വന്ന ഒരു കാര്യം ഇതാണ്: യങ് ജനറേഷനെ അവിടെ കാണാനില്ലായിരുന്നു. കുറെ പ്രായമുള്ള കുറെ വിജിലാൻറ്റീസ് എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ മാത്രമാണ് അങ്ങനെയുള്ള പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ലിബറൽ തിങ്കിങ്ങിനോട് താല്പര്യമില്ല. പകരം അവരിൽ മിക്ക പേരും പള്ളികളിലേക്ക് മടങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ഡേറ്റയോട് പറയാം. ബൈബിൾ ആപ്പ് എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവര് 1 ബില്യൺ പ്ലസ് ഡൗൺലോഡായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറി. എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ആളുകൾ ഈ കാര്യം അവരുടെ എക്വിപ്മെന്റ്സിലേക്ക്, അത് ഐഫോണോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോൺ, വാട്ടെവർ ഇറ്റ് ഈസ്, അതിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അവര് ട്രാക്ക് ചെയ്യുന്ന കാര്യം അതിന്റെ റീഡിങ്ങിൽ വന്ന മാറ്റവും എന്തുമാത്രം സമയം അവർ ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. എൻ്റെ അടുത്ത ചോദ്യം, ഷാജി, ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനിടയ്ക്ക് ഞാൻ അമേരിക്കയിൽ പല ആവർത്തി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ താമസിച്ച ഹോട്ടലാണെങ്കിൽ അതിൻ്റെ അകത്ത് മുഴുവനും ഈ ഗഞ്ചായ, കാരണം ലൈസൻസ്ഡ് ആണല്ലോ അവിടെ. കാരണം ഈ പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ, മരിഞ്ജുവാനയും ഗഞ്ചാവും ഒക്കെ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗഞ്ചാവാണ് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതാണത് തമാശ എന്ന് പറയുന്നത്. അപ്പം ഞാനത് കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ആൾക്കാർക്കൊന്നും ബോധവേ ഇല്ല. അപ്പം ഇതിൽ നിന്ന് അമേരിക്ക ചേഞ്ച് ആകുമെന്നാണോ ഷാജി പറഞ്ഞു വരുന്നത്? നിശ്ചയമായിട്ടും അതിനുള്ള ഒരു വ്യക്തമായ ദിശാ വ്യത്യാസമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണങ്ങളേറെ ഞാൻ പറയാം. ഈ കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കയിലെ യുവജനങ്ങൾ ഏറ്റവും അധികം മുഴുകൽ സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച, അത് ചെറിയ ഒരു 5-10 പേരല്ല, ആയിരങ്ങൾ 10,000ങ്ങളുള്ള വലിയൊരു ക്യാമ്പയിൻ കാലിഫോർണിയയാണ് ഈ ഇവിടുത്തെ അമേരിക്കയിലെ വൺ ഓഫ് ദ ലിബറലസ്റ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്ന സ്ഥലം. അവിടെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു വലിയ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇവിടുത്തെ എലീറ്റ് ഗ്രൂപ്പ്, അതുപോലെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, അല്ലെങ്കിൽ തിങ്ക് ടാങ്ക്സ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ ചിന്തകരെന്ന് പറയാവുന്നവരൊക്കെ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ജെൻസീസും അതുപോലെ മില്ലീനിയൽസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജെൻസിയിൽ തന്നെ 15% ഈ 2019 മുതൽ 2025 വരെ ഈ ജെൻസിയിലെ 15% ഒരു ജമ്പാണ് അവരുടെ മാറ്റത്തിലുണ്ടായത്, ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ 19% മില്ലീനിയൽസും ഈ ഒരു മാറ്റത്തിലേക്ക് വരുന്ന ദിവസങ്ങൾ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ആത്മീയതയിലേക്ക് മടങ്ങുന്നു എന്നുള്ളത് വെറുമൊരു പ്രചാരണ ശബ്ദമായിട്ട് നമ്മൾ കാണേണ്ട, ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളിൽ ആളുകൾക്ക് ഏറെ താല്പര്യം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതായത് അടുത്ത ചോദ്യം, LGBTQ വലിയ മൂവ്മെന്റ് നടക്കുന്ന അമേരിക്കയിലാണ്. പക്ഷെ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ആ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പബ്ലിക് റാലി കാണാൻ പറ്റിയില്ല. അപ്പൊ അതൊരു മാറ്റത്തിന്റെ ഭാഗമാണ്. നിശ്ചയമായിട്ടും ഈ കഴിഞ്ഞ ഭരണകാലത്ത് ഈ കാര്യത്തിന് വേണ്ടി മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് വേണമെങ്കിൽ ചിലവാക്കി എന്ന് പറയാൻ കഴിയും. അതായത് ഈ ഓരോരുത്തരുടെയും നാച്ചുറലായിട്ടുള്ള, അതായത് ആണും പെണ്ണും, പെണ്ണാകാനും പെണ്ണിന് ആണാകാനും ഒക്കെ ഗവൺമെന്റ് ചെലവിൽ സർജറി ഉൾപ്പെടെ ചെയ്തു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനെല്ലാം പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ തടയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്
ടാക്സ് പെയർ മണി കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന നിലപാട്. അതുപോലെ ഈ കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ ഫണ്ടിങ്ങും നിന്ന് കഴിഞ്ഞു. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വലിയ താല്പര്യം ആളുകൾ കാണിക്കാത്തത്. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടും നടത്താൻ, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളിലും ഇതിനുവേണ്ടി 1000-10,000 ഈ അമേരിക്കയുടെ ഫണ്ടിങ്ങിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഷാജി, അടുത്തൊരു ചോദ്യമുണ്ട്. അതായത് അമേരിക്കയിൽ ഇപ്പം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അതായത് ഈ കല്യാണം കഴിക്കാതിരിക്കുക, കുട്ടികൾ വേണ്ട, അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? താങ്കൾക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുമല്ലോ. നിശ്ചയമായിട്ടും അക്കാര്യത്തിലും വലിയ മാറ്റം. ഒരു കമ്മിറ്റഡ് ഫാമിലി ലൈഫ്, ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ഉള്ള ഒരു വലിയ താല്പര്യം. അതുപോലെ തന്നെ അതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. അടുത്ത തലമുറ ഇല്ല എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ ഇങ്ങനെ ഒരു പരീക്ഷണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത തലമുറ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് പ്രായമായി വരുന്നവരെ സംരക്ഷിക്കാൻ ആളില്ല എന്നുള്ള ഗതികേട് ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുക. അവരുടെ ആ പരീക്ഷണത്തിന് ഒരവസാനം. അതുകൊണ്ടാണ് ചൈന ആ വൺ ചൈൽഡ് പോളിസി ഒക്കെ മാറ്റാനുള്ള കാരണം അതാണ്. ജപ്പാനിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലത്ത് കൂടുതൽ ആളുകൾ വിവാഹിതരാകുവാൻ, കുടുംബജീവിതം നയിക്കുവാൻ, കുഞ്ഞുങ്ങൾ വേണമെന്ന് നിർബന്ധിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾക്ക് അപ്പുറത്തുള്ള അനേക അണുകുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു വലിയ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലൊക്കെ അക്കാര്യത്തിൽ സാറിന് അറിയാവുന്നതുപോലെ അവരെപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എന്നാൽ ക്രൈസ്തവർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ കാര്യത്തിൽ പിന്നിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് അതിനൊരു വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെയുള്ള കാത്തലിക്സിന്റെ നാഷണൽ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, അവരുടെ ഭയങ്കരമായ നിർദ്ദേശങ്ങളും ഡോക്ട്രിൻ കംപ്ലീറ്റ് മാറി. അവരാണ് കൂടുതൽ അവിടെ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസുകാരേക്കുള്ള ആക്റ്റീവായിട്ടുള്ളത് എന്ന് പറയാൻ സത്യമാണ്. നിശ്ചയമായിട്ടും കത്തോലിക്ക സമൂഹവും ഒരു ഉണർവിന്റെ പാതയിൽ തന്നെയാണ്. അവരുടെ പള്ളികളിൽ ഞാൻ ദീർഘകാലം ന്യൂയോർക്കിലാണ് താമസിച്ചത്. അവിടുത്തെ പല പള്ളികളും, കത്തോലിക്ക പള്ളികളും അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ അവിടെ സേവനം ചെയ്യാൻ പുരോഹിതന്മാരില്ലാതെയും, അതുപോലെ അവിടെ അറ്റൻഡീസായിട്ട് അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അക്കാര്യത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ, കത്തോലിക്ക മത ചിന്തകളിലേക്ക്, കത്തോലിക്ക ആരാധനകളിലേക്കൊക്കെ ധാരാളം ആളുകൾ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. അതിന്റെ ഒരു റീസൺ ഒരുപക്ഷെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസ്, അദ്ദേഹം ഒരു കത്തോലിക്ക സമൂഹത്തിൽ പെട്ടയാളാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഉത്സാഹം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം പൊതുവെ വലിയ തകർച്ചയിലേക്കും തളർച്ചയിലേക്കും പോയിക്കൊണ്ടിരുന്ന കത്തോലിക്ക സമൂഹത്തിനും ഒരു പുത്തൻ ഉണർവ് ഈ കാലങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. അതേപോലെ വേറെ കാര്യം ചോദിക്കുന്നത്, ഇപ്പം അമേരിക്കയിൽ ഈ കൺസർവേറ്റീവ് ആ തോട്ട്സ് കൂടുതലായി കഴിഞ്ഞാൽ ഈ മറ്റുള്ള ജനവിഭാഗങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകത്തില്ലയോ? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർനാഷണൽ ന്യൂസിന്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തു. അവിടെ കീനോട്ട് സ്പീക്കറായിട്ട് വന്നത് ഇവിടുത്തെ കെയർ എന്ന് പറയുന്ന
ഒരു മുസ്ലിം സംഘടനയുടെ അവരുടെ സ്പോക്സ് പേഴ്സൺ. അപ്പം അതിനെ എതിർക്കുന്നവര് അതിവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി പറഞ്ഞത് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വം തന്നെയാണ്. നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ടായിരിക്കാം, പക്ഷെ അത് കേൾക്കാനുള്ള, അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകുന്നുണ്ട്. അത് കേൾക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഈ കൺസർവേറ്റീവ് അതായത് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ദീപാവലിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലും അതേപോലെ ടെക്സാസിൽ, അതായത് ഷാജി താമസിക്കുന്ന സ്ഥലത്തും ഹനുമാൻ ടെമ്പിളിനെതിരെ ഇഷ്യൂ ഉണ്ടായി. അവിടെ മത്സരിക്കേണ്ട റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡർ ശക്തമായ രീതിയിൽ പറഞ്ഞു. അതേപോലെ തന്നെ ദീപാവലിക്കെതിരെ ശക്തമായി, അതായത് ഈ പറയുന്ന ക്രിസ്തീയ ആത്മീയതയിലോട്ട് ആൾക്കാർ വരുമ്പോൾ, ഈ കൺസർവേറ്റീവായിട്ട് കൂടുതൽ വരുമ്പോൾ, അതായത് മറ്റുള്ള വിഭാഗക്കാരെ കൂടെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ല, ഇതാണ് ചോദ്യം. ഓക്കെ, ഒരു കൾച്ചറൽ ഇൻവേഷൻ ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാർ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. ഇവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി സ്വകാര്യതയുണ്ട്. അതുപോലെ തന്നെ പള്ളി ആരാധനകൾ പള്ളിക്കകത്താണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ ഇടപെടലുകളാണ് മറ്റ് നിലകളിൽ നടക്കുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സാർ മുമ്പേ പറഞ്ഞ പോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി അത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളും അതുപോലെ ഇവിടെ പരമ്പരാഗതമായിട്ട് ജീവിച്ചു വരുന്നവരെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരു കൾച്ചറൽ ഇൻവേഷനെ അവരനുകൂലിക്കാതിരിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ മതചിന്തകളിൽ വിശ്വസിക്കുവാൻ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ആചരിക്കാനുള്ള ഒരു തടസ്സവും ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, സാർ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അതുപോലെ ബിംബങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ശരിയാണ്. അതൊരു പലപ്പോഴും അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെർസിക്യൂഷനിലോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ രാജ്യം മതനിരപേക്ഷമാണ്. മതത്തോട് അവരവർക്ക് വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കഴിഞ്ഞ ദീപാവലിക്ക് വൈറ്റ് ഹൗസിൽ അതിനെക്കുറിച്ചൊരു സെലിബ്രേഷൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതൊരു വലിയ വാർത്തയൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ഇൻവേഷനെ ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണ ജനങ്ങളോ അതുപോലെ കൺസർവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവരോ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അവരവർക്ക് വിശ്വസിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള എല്ലാ അവകാശവും അധികാരവും ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അത് മുസ്ലിം ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു അവസാനത്തെ ഒരു ചോദ്യം, കാരണം താങ്കളൊരു പാസ്റ്റർ കൂടിയാണ്. അവിടെ ഈ മലയാളികളായ ആൺകുട്ടികൾക്കും കൾച്ചേർഡ് ആയിട്ടുള്ള, അതായത് ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ മൈൻഡ് സെറ്റിലുള്ള കുട്ടികളെ കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ, ഇത് സത്യമാണോ? ഒരു പരിധി വരെ ശരിയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവരാണ്. ഈ കഴിഞ്ഞ കുറെ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈസ്കൂൾ വരെ അവരെ ആത്മീയതയൊക്കെ സൂക്ഷിക്കും. കാരണം അവരവരുടെ വീട്ടിൽ നിന്ന് അവരവരുടെ സ്വന്തം സഭകളിൽ അവര് ആരാധനകളിൽ പങ്കെടുക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ കോളേജിൽ പോയി കഴിയുമ്പോൾ അവര് താമസിക്കുന്ന ആ ക്യാമ്പസുകളിൽ താമസിച്ച് പഠിക്കുമ്പോൾ ഈ മാതാപിതാക്കന്മാരുടെയും അതുപോലെ അവര് അതുവരെ പാലിച്ചു വന്നിരുന്ന ആത്മീയ ചിന്തകളും ഒന്നും പാലിക്കേണ്ടാത്ത കുറെ കൂടെ ഒത്തിരി സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആത്മീയതയെ അവരുടെ മനസ്സിൽ നിന്നും അവരുടെ ചിന്തയിൽ നിന്നും മാറ്റണമെന്ന് നിർബന്ധമുള്ള
ഒരു എഡ്യൂക്കേഷണൽ എലീറ്റ്സിന്റെ കയ്യിലേക്കാണ് ഇവർ ചെന്നപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് വെളിയിൽ വരുമ്പോഴത്തേക്കിന് അവരുടെ കൺസർവേറ്റീവ് തിങ്കിങ് പോയിട്ട് ഒരു വളരെ ലിബറൽ തിങ്കിങ്ങിലേക്ക് അവർ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയും മാറ്റത്തിന്റെ ധ്വനികൾ ഞാൻ കാണുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഞാൻ കാണുന്നു. കുറെ കൂടെ ആത്മീയതയിലേക്ക് നമ്മുടെ തലമുറകളും മലയാളി തലമുറകളും അത് ഏത് വിഭാഗമായാലും പെന്തക്കോസ്ത് അല്ലെങ്കിൽ മർത്തോമ, ഓർത്തഡോക്സ് എല്ലാ വിഭാഗങ്ങളിലും ഒരു തിരിച്ചറിവ് ഞാൻ കാണുന്നുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ ഷാജി. കാരണം നല്ലൊരു ടോപ്പിക്കാണ്. കാരണം നമ്മുടെ ഒരു തലമുറ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് എല്ലാ കാര്യത്തിലും. ഏതായാലും അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് ഷാജിയെ വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി. താങ്ക് യു വെരി മച്ച്. God bless you. ആത്മീയ മൂല്യങ്ങളിലേക്ക് നമ്മുടെ തലമുറകൾ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഒരു പാസ്റ്റർ എന്ന നിലയിൽ എന്റെയും പ്രാർത്ഥന. ദൈവം എല്ലാവിധ ആശീർവാദങ്ങളും നൽകട്ടെ.